കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരാ നിർത്തില്ല ഈ പലക ഇടയ്ക്കൂടെ ആരോ ഒന്ന് കാലേ കയറി പിടിച്ച് കിടക്കുമ്പോൾ മൂന്നിട്ടോടെ ഒരുമിച്ചാണ് കിടക്കുന്നത്. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 നവംബർ 1 കേരളപ്പിറവി ദിനം. അന്ന് കേരളത്തിൽ ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കുകയും ആ നിയമസഭാ സമ്മേളനത്തിൽ വെച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, അതായത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ചട്ടം 300 പ്രകാരം ഒരു പ്രഖ്യാപനം നടത്തി. കേരളം ഇനി മുതൽ അതിദാരിദ്ര്യമുക്ത കേരളമാണ്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹം അന്ന് നിയമസഭയിൽ നടത്തിയ പ്രഖ്യാപനം. അതിനുശേഷം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു പൊതുപരിപാടിക്കിടയിലും അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം ആവർത്തിച്ചു. ഇതിനെല്ലാം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹം ഒരു പ്രസ് മീറ്റിൽ മാധ്യമങ്ങളോട് നമ്മുടെ കേരളത്തിലെ ദാരിദ്ര്യം അകറ്റുവാൻ വേണ്ടിയിട്ട് സർക്കാർ അവലംബിക്കുന്ന പദ്ധതികൾ, ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ അവലംബിക്കുന്ന മാർഗങ്ങൾ, അതിനെക്കുറിച്ച് വിശദമായിട്ട് കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളുമില്ലാത്ത നാടായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റുന്നതിന് നമ്മൾ മുന്തിയ പ്രാധാന്യമാണ് നൽകുന്നത്. ആ ലക്ഷ്യം നേടാനായി വലിയ തോതിലുള്ള ഇടപെടൽ തുടർച്ചയായി നടത്തുകയാണ്. നിർണായകമായ ഒരു ചുവടുവെപ്പ് അതിൽ നടത്താനാവുകയാണ് നമുക്ക്. നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി മണ്ഡലങ്ങളും മറ്റു പ്രദേശങ്ങളും അതിദാരിദ്ര്യമുക്തമാക്കുമ്പോൾ അതിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തണമെന്ന് പൊതുവെ കണ്ടിരുന്നു. അതായത് ഇദ്ദേഹം പറയുന്ന ഓരോ നിയോജക മണ്ഡലം അടിസ്ഥാനമാക്കിയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതികളും മറ്റും ഈ പഞ്ചായത്ത് തലത്തിൽ എല്ലാം നടപ്പാക്കുന്നുണ്ടെന്നാണ് ഇദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ പദ്ധതികൾ നടപ്പാക്കി ദാരിദ്ര്യരെ കണ്ടെത്തി അവരുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത ശേഷമാണ് 2025 നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം കൂടുകയും ചട്ടം 300 പ്രകാരം കേരളം അതിദാരിദ്ര്യമുക്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെയുള്ള ഇദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു കുടുംബം അനുഭവിക്കുന്ന ദാരിദ്ര്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും ഇതേ നിയോജക മണ്ഡലത്തിൽ ഇവർ ഉണ്ടായിരുന്നു. ഇവർ സ്ഥിരതാമസക്കാരാണ്. വയ്യാത്തൊരച്ഛനും ഒരു മകളും ഒരമ്മയും. അവർ ജീവിക്കുന്ന വീട് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ആ പെൺകുട്ടിക്ക് പഠിക്കാൻ പോകാണ്ട് സൗകര്യമില്ല, അതേപോലെ കഞ്ഞി വെക്കാണ്ട് നിവൃത്തിയില്ല. ആ വീടിൻ്റെ അവസ്ഥയും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമ്മുടെ കേരളം അതിദാരിദ്ര്യമുക്തമായ ശേഷവും ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് അന്ന് പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കിയത് എന്നൊന്ന് അറിയാണ്ട് താല്പര്യമുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. കടക്ക് പുറത്ത് എന്നുള്ള പതിവ് ശൈലി ഒന്നും പറ്റില്ല. കാരണം ഇപ്പൊ പ്രതിപക്ഷ നേതാവാണ്. ഇനി ഒന്നുകൂടി ആ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങൾ എടുത്ത് കുപ്പത്തൊട്ടി വിടും. 2 മാസത്തോളം വീട്ടിൽ കഞ്ഞി വെക്കാൻ അരി പോലും ഇല്ലായിരുന്നു. കിടക്കുമ്പോൾ മൂന്നിട്ടോടെ ഒരുമിച്ചാണ് കിടക്കുന്നത്. വീട് വേണ്ടേ? നമുക്ക് പഠിക്കണ്ടേ? കിടന്നു ഇങ്ങനെയൊക്കെ കുറെ കുടുംബ ജീവിതങ്ങളുണ്ട്. ആരും അറിയാം. നിങ്ങൾക്ക് ഈ വീടിന്റെ അവസ്ഥ കാണുമ്പോൾ അറിയാം. പഠിക്കണ്ടേ? പഠിക്കണം ആഗ്രഹമുണ്ട്. അച്ഛനൊന്ന് പഠിപ്പിക്കാൻ നോക്കിയാലോ? പഠിക്കും. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആരാ നിർത്തില്ല ഈ പലക ഇടയ്ക്കൂടെ ആരോ ഒന്ന് കാലേ കയറി പിടിച്ച് കിടക്കുമ്പോൾ മൂന്നിട്ടോടെ ഒരുമിച്ചാണ് കിടക്കുന്നത്. ഇത് 2 ലക്ഷം രൂപയുണ്ട്. ഈ 2 ലക്ഷം രൂപ എന്തിനാണെന്നറിയോ? പഠിക്കാൻ. ഇത് 4 ലക്ഷം രൂപ. നിലവിലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും ദാരിദ്ര്യമുക്ത കേരളമാണ് നമ്മുടെ സംസ്ഥാനമെന്ന് പ്രഖ്യാപിച്ച അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീ പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓരോ നിയോജക മണ്ഡലങ്ങളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പാക്കി എന്നാണ് അന്ന് ഈ ഒരു പ്രസ് മീറ്റിൽ അങ്ങ് പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു കുടുംബത്തെ നിങ്ങളുടെ അതോറിറ്റീസ് ആരും തന്നെ കണ്ടെത്തിയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് അങ്ങും അങ്ങയുടെ സർക്കാരും നടത്തിയതെന്ന് അറിയാണ്ട് താല്പര്യമുണ്ട്. എന്തായാലും അങ്ങയുടെ തള്ളു ബാക്കിയും കൂടി ഞങ്ങൾക്കൊന്ന് കേൾക്കണമെന്നുണ്ട്. കഴിഞ്ഞ ദിവസം ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഈ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞു. അതിദരിദ്രമില്ലാത്ത ഇന്ത്യയിലെ
ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനാണ് ഇതിടയാക്കുക. ഈ പദ്ധതി ആദ്യഘട്ട പ്രവർത്തനങ്ങൾ 2023 നവംബർ 1 പൂർത്തിയായി. ആകെ കണ്ടെത്തിയതിൽ 47.89% 30,658 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ മുക്തരാക്കാൻ കഴിയും. അതായത് 2023 തന്നെ ഈ ഒരു പദ്ധതി പ്രകാരം കേരളത്തിലെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളിൽ കുറെ അധികം ആൾക്കാർക്ക് ഈ പറയുന്ന സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2025 എത്തിയപ്പോൾ കേരളത്തിലുള്ള എല്ലാ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്കും നല്ലൊരു കിടപ്പാടം, അതായത് അവർക്കുള്ള ആഹാരം, വസ്ത്രം, ജോലി, എല്ലാ കാര്യങ്ങളും സർക്കാർ റെഡിയാക്കിയ ശേഷമാണ് ഈ പറയുന്ന ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്ന പ്രഖ്യാപനം വന്ന് സർക്കാർ നടപ്പാക്കിയത്. അങ്ങനെയെങ്കിൽ ഈ ഒരു കുടുംബത്തിന് എന്തുകൊണ്ട് ഈ പറയുന്ന ബെനിഫിറ്റുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല? ഇപ്പോൾ അങ്ങ് പ്രഖ്യാപിച്ച ആ ഒരു പ്രഖ്യാപന പ്രകാരം കേരളത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും തന്നെയില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ ഒരു കുടുംബം മാത്രം എങ്ങനെ തഴയപ്പെട്ടു? അതിനുത്തരം അന്ന് ഈ ഒരു പ്രഖ്യാപനം നടത്തിയ അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ ശ്രീ പിണറായി വിജയൻ പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അതിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പൂർത്തീകരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമേ നമ്മൾ ആ ഒരു പ്രഖ്യാപനം നടത്താവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് 98% വരെ നമ്മുടെ സംസ്ഥാനത്തെ ദാരിദ്ര്യം നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു എന്നൊരു പ്രഖ്യാപനമായിരുന്നു നടത്തിയതെങ്കിൽ അതിനകത്തൊരു ലോജിക്ക് ഉണ്ടായിരുന്നു. കാരണം ഇനിയും കണ്ടെത്താത്ത ഇഷ്ടം പോലെ ആളുകളുണ്ട്. എന്തിനു വേറെ പറയുന്നു, നമ്മുടെ ആദിവാസി ഊരുകളിൽ കൃത്യമായിട്ടുള്ള പോഷകാഹാരം ഉൾപ്പെടെ കിട്ടാത്ത ആളുകൾ ഇന്നുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ എവിടെയാണ് ഈ കേരളം ദാരിദ്ര്യമുക്തമായതെന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. ശരിയെന്നാ.